ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനമെടുത്തു. പ്രസ്തുത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. ഡീനോട്ടിഫിക്കേഷൻ. കാരണം ഈ പദ്ധതി നടക്കുന്നില്ല, പദ്ധതി ഉപേക്ഷിക്കുകയും ചെയ്തു. നിരവധി വർഷങ്ങളായി ഈ ഭൂമി വിൽക്കാനോ വാങ്ങാനോ ഇതൊന്ന് പണയപ്പെടുത്താനോ മകളുടെ വിവാഹത്തിന് ഒരു ലോൺ എടുക്കാൻ പോലും പറ്റാതെ ഈ സാധാരണക്കാരായ ആളുകൾ മുഴുവൻ വിഷമിക്കുകയാണ്. അതുകൊണ്ടാണ് ഏതായാലും പദ്ധതി ഉപേക്ഷിച്ചതുകൊണ്ട് ആ പദ്ധതി കേന്ദ്ര ഗവൺമെന്റും അംഗീകാരം തന്നില്ല. ഞങ്ങൾ അതിനെ എതിർത്ത് സിൽവർ ലൈൻ എതിർത്ത് ഞങ്ങൾ സമരം ചെയ്തതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഉത്തരവ് റദ്ദാക്കാനും ഈ ഭൂമി ഏറ്റെടുക്കല് നോട്ടിഫിക്കേഷൻ ഡീനോട്ടിഫൈ ചെയ്യാനുമുള്ള സുപ്രധാനമായ തീരുമാനമെടുത്തിട്ടുണ്ട്. സിൽവർ ലൈൻ സമരവുമായി ബന്ധപ്പെട്ട വിവിധ കോടതികളിലും പോലീസ് സ്റ്റേഷനുകളിലും ഒക്കെ നിലനിൽക്കുന്ന കേസുകൾ അത് ആഭ്യന്തര വകുപ്പ് അത് പരിശോധിച്ച് ആ കേസുകൾ പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള കേസുകളുടെ സ്വഭാവം അനുസരിച്ച് അത് പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള ശുപാർശകൾ കോടതിയാണ് അത് അനുമതി നൽകേണ്ടത്. കോടതിയിലേക്ക് ഗവൺമെന്റ് അതിനുള്ള ശുപാർശ കോടതിക്ക് മുൻപാകെ നമ്മൾ സമർപ്പിക്കാൻ തീരുമാനിച്ചു. പിന്നെ പദ്ധതിക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള മഞ്ഞക്കുറ്റികൾ അത് നീക്കം ചെയ്യുന്നതിന് റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നീക്കം ചെയ്യാം, മഞ്ഞക്കുറ്റികളെല്ലാം മാറ്റും. ഞങ്ങളത് സ്റ്റഡി ചെയ്യുകയാണ്. ഒരു സ്പീഡ് കോറിഡോറിന് പാരിസ്ഥിതികമായോ സാമ്പത്തികമായോ കേരളത്തെ ബാധിക്കാത്ത തരത്തിലുള്ള ഒരു അതിവേഗ ഇതിന് നമ്മളെതിരല്ല. നമ്മളെതിരെ എതിർക്കാൻ കാര്യം അതിനൊരു പ്രോപ്പർ DPR പോലും ഉണ്ടായിരുന്നില്ല. പാരിസ്ഥിതികമായ ദുരന്തമായിരുന്നു അത് നടപ്പാക്കിയിരുന്നെങ്കിൽ സിൽവർ ലൈൻ. കാരണം 300 കിലോമീറ്റർ ദൂരം 30 അടി ഉയരത്തിലെ എംബാങ്ക്മെന്റ് ആയിരുന്നു. കേരളത്തിന്റെ ഒരു ജോഗ്രഫിക്കൽ സ്റ്റേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? സ്ലോപ്പാണ് കേരളം, അല്ലേ? അവിടെ നിന്ന് നദികൾ ഒഴുകി താഴേക്ക് വന്ന് കടലിൽ പതിക്കുന്ന ഒരു സ്ലോപ്പായിട്ടുള്ള സ്ഥലമാണ്. അതിനിടയിൽ 30 അടി ഉയരത്തിൽ 300 കിലോമീറ്റർ ദൂരം എംബാങ്ക്മെന്റ് പണിയുക എന്ന് പറഞ്ഞ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രോജക്റ്റ് ആയിരുന്നില്ല. അത് എൻവയൺമെന്റ് ഡിസാസ്റ്റർ ഉണ്ടാവുമായിരുന്നു, പാരിസ്ഥിതിക ദുരന്തം ഉണ്ടാവുമായിരുന്നു, ഇല്ലേ? പിന്നെ 200 കിലോമീറ്റർ ദൂരം 10 അടി ഉയരത്തിൽ മതിലായിരുന്നു. ഇപ്പൊ മൺസൂൺ തുടങ്ങിക്കഴിഞ്ഞാൽ ട്രെയിൻ മാത്രമല്ല ബോട്ട് കൂടി ഓടിക്കായിരുന്നു. ആ സ്ഥിതിയാണ്. അത് നമ്മൾ വളരെ നന്നായി UDFന്റെ ഒരു സബ് കമ്മിറ്റി പഠിച്ച് UDFൽ കൊണ്ടുവന്നപ്പോ എന്നിട്ട് ഞാൻ രണ്ടാമത് അത് കൊടുത്തുവിട്ടെ എല്ലാ പാർട്ടികളും ഒന്നും കൂടി സ്റ്റഡി ചെയ്ത് വരാൻ. അങ്ങനെ ഞങ്ങൾ എക്സ്പേർട്സുകളുമായി